അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് സമസ്ത ഒരുക്കിയ ഈ പരിശീലന പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷയുടെ തുടക്ക പരീക്ഷ പരിശീലന പരീക്ഷയാണ്. ഈ പരിശീലന പരീക്ഷയിൽ കുട്ടികൾക്ക് വുളു എടുക്കുന്നതിൻ്റെ രൂപവും നിസ്കരിക്കുന്നതിൻ്റെ രൂപവുമാണ് പരിശീലിപ്പിക്കുന്നത്. 3-ാം ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്ക് വുളു എടുക്കുന്ന രൂപമാണ് പരിശീലിപ്പിക്കുന്നത്. അവർക്ക് നിസ്കാരമല്ല പരിശീലിപ്പിക്കുന്നത്. പിന്നെ 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിസ്കാരമാണ് പരിശീലിപ്പിക്കുന്നത്. പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചിട്ട് അവർ പഠിച്ച നിസ്കാരം ശരിയാണെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കില്ല. അവർ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും, ഇപ്പം നിസ്കാരം, നിയ്യത്ത്, പിന്നെ അതുപോലെ നിയ്യത്ത് ഉറക്കെ പറയൽ, പിന്നെ കൈകെട്ടൽ, നിയ്യത്ത് ചെയ്യൽ, പിന്നെ തക്ബീർ ചൊല്ലൽ, റുക്കൂഹിൽ അടങ്ങി താമസിക്കുക, കുറച്ച് നേരം റുക്കൂഹിൽ നിൽക്കൽ, പിന്നെ റുക്കൂഹിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൈയൊക്കെ താഴ്ത്തിയിട്ടിട്ട് കുറച്ച് നേരം നിന്ന് റബ്ബനാ ലക്കൽ ഹംദ് ചൊല്ലൽ, പിന്നെ അതിനുശേഷം സുജൂദിലേക്ക് പോയി സുജൂദിൽ പതിഞ്ഞ് കിടക്കൽ, ശരിക്ക് ശരീരങ്ങൾ എല്ലാം നിലത്ത് വെച്ചുകൊണ്ട് സുജൂദിൽ കിടക്കൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുജൂദിൽ നിന്ന് എണീറ്റിട്ട് ഇടയിലെ ഇരുത്തത്തിൽ അമർന്ന് ഇരിക്കൽ കുറച്ച് നേരം. റബ്ബി ഔഫ്രിലി വർഹംനി വ ജുബ്രിനി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദുആ ഉണ്ടല്ലോ, അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ എനിക്ക് എൻ്റെ വീഴ്ചകൾ പരിഹരിക്കണേ റബ്ബേ, എൻ്റെ പരാതികൾ നീ സ്വീകരിക്കണേ റബ്ബേ, എന്നെ ഉയരങ്ങളിൽ നീ എത്തിക്കണേ റബ്ബേ എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ ചോദ്യം അത് ചോദിക്കാനുള്ള സമയം അവിടെ ഇരിക്കണം. അല്ലാതെ പകുതി ചോദിച്ചങ്ങാണ്ട് വേഗം അങ്ങോട്ട് ഫാസ്റ്റ് ഫുഡ്, പിന്നെ എന്താണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോണ മാതിരി വേഗം അങ്ങോട്ട് പോയിട്ട് അടുത്ത സുജൂദ് ചെയ്യലല്ല. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പരിശീലന പരീക്ഷ വെച്ചിട്ടുള്ളത്. അവർ നിസ്കരിക്കുന്നത് നിങ്ങൾ നോക്കുക. നിസ്കാരമൊക്കെ കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയാകുന്നുണ്ട്. വുളൂവിൽ കുട്ടികൾക്ക് കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ വുളൂവിലാണ് കൂടുതൽ ആളുകൾക്കും പേക്കുന്നത്, നമ്മുടെ സ്ത്രീകൾക്കും. നിസ്കാരത്തിൽ ഇപ്പോൾ ഈ അടങ്ങി താമസിക്കലാണ് പ്രശ്നം ചില സ്ത്രീകളിലൊക്കെ വരുന്നത്. പുരുഷന്മാരിലുണ്ട്. വേഗം സ്പീഡിൽ നിസ്കരിച്ച് പോകുമ്പോൾ ഇടയിലെ ഇരുത്തം അമർന്നിരിക്കണേ, അതൊരു പ്രാർത്ഥനയാണ്. അതുപോലെ സുജൂദിലും തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ ശേഷമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉയരേണ്ടത്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ലെങ്കിലും ഉയരണം. ഉയരുമ്പോൾ ഉയർന്നിട്ട് അടുത്ത പ്രവൃത്തിയിലേക്ക് വരണം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. പറഞ്ഞില്ലാച്ചിട്ട് നിസ്കാരം ശരിയാവാതിരിക്കൊന്നുമില്ല. പറയൽ സുന്നത്തിൻ്റെ കൂലി കിട്ടും, നിസ്കാരത്തിന് പൂർണ്ണത ലഭിക്കും. പിന്നെ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയൽ ഒരു പ്രാവശ്യം മാത്രമാണ് നിസ്കാരത്തിലുള്ളത്. അത് എപ്പോഴാണെന്നറിയോ? അത് നമ്മൾ ആ നിസ്കാരം തുടങ്ങുമ്പോൾ നിയ്യത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ, അതിനോട് യോജിപ്പിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയൽ അതൊരൊറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നിയ്യത്തും തന്നെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. പിന്നത്തെ തക്ബീറൊക്കെ സുന്നത്തായ തക്ബീറാണ്. പിന്നെ നിയ്യത്ത് തീരല്ല, നിയ്യത്ത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. വുളൂയിൽ അങ്ങനെയല്ല. വുളൂയിൽ 2 നിയ്യത്തുകളുണ്ട്. 2 നിയ്യത്ത് വുളൂയിൽ. ഒന്ന് മുൻകൈ കഴുകുമ്പോൾ വുളൂവിൻ്റെ ഫർദിനെ വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിക്കൊണ്ടുള്ളത്. രണ്ടാമത്തത് വുളൂവിൻ്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത്. ഏതായാലും പിന്നെ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കുട്ടിയുടെ നിസ്കാരം നമ്മൾ നല്ല അടങ്ങി താമസിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട് കാര്യങ്ങൾ. മാർക്കിടുന്ന ഉസ്താദ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. കൈ ആട്ടാൻ പാടില്ലേ. അപ്പോൾ പിന്നെ സുജൂദിൽ ഇങ്ങനെ പതിഞ്ഞ് ഇരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് ആ സുജൂദിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഇടയിൽ ഇരിക്കണേണ്ടില്ല, ആ ഇടയിലിരുന്നു. ആ ഇടയിലിരിക്കുമ്പോൾ പിന്നെ അവൾ കാല് ഉയർത്തിയാണ് ഇരുന്നിരിക്കുന്നത്. അല്ല, ശരിക്കും തന്നെയാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ആണ് ഇരിക്കേണ്ടത്. അവിടെ ആ ഇരുത്തത്തിൽ ആണ് ആ ദുആ ചെല്ലാനുള്ളത്. ഇപ്പോൾ അവൾ അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി സലാമിനും വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ ഇരുത്തത്തിൽ അത്തഹിയാത്ത് ചൊല്ലും. അത്തഹിയാത്ത് നിർബന്ധമാണ്. പിന്നെ അതോടുകൂടി സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. പിന്നെ പ്രാർത്ഥന സുന്നത്താണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പിന്നെ സലാം വീട്ടിൽ നിർബന്ധമാണ്. ആ ചൂണ്ടുവിരൽ ഉയർത്തി ആ ചൂണ്ടുവിരലിലേക്ക് നോക്കുക, അല്ലെങ്കിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് പോവുക. ഇത്ര സ്പീഡിലല്ല സലാം വീട്ടേണ്ടത്. സലാം വീട്ടുമ്പോൾ 2 ഭാഗത്തേക്കും നല്ലപോലെ തിരിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. ഈ തല തിരിക്കൽ അത് ഒരു ദിവസം ശരിക്കും ഇപ്പോൾ ശാസ്ത്രം ഇപ്പോഴാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരം വെളുത്താൽ പിന്നെ തല ഒന്ന്
ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും തിരിക്കണം, പിന്നെ മുകൾ ഭാഗത്തേക്കും തിരിക്കണം, ഒരു 7 പ്രാവശ്യങ്ങളും തിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ മുഖത്തിൻ്റെ ആ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുഖം വേഗം വാർദ്ധക്യം വന്നവരെ മാതിരി വലിഞ്ഞ് മുറുകി ചുളിഞ്ഞി ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കൗത്തൊക്കെ തൊലി ഇറങ്ങി അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇസ്ലാം ഇത് നേരത്തെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇതൊക്കെ ഈ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. മുഖം തിരിക്കൽ. അപ്പോൾ മുഖം നമ്മൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈഡിലേക്ക് തിരിച്ചാൽ സൈഡിലുള്ളവർ നമ്മുടെ കവിളുകൾ കാണണം. അങ്ങനത്തെ രീതിയിലാണ് തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കൽ വരിക, ഇടത് ഭാഗത്തേക്കും അങ്ങനെ തന്നെ. ഏതായാലും അങ്ങനെയാണ് സലാം വീട്ടേണ്ടത്. ഇപ്പോൾ ഈ കുട്ടിയുടെ നിസ്കാരം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ തൊപ്പി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ നെറ്റി ഒന്നുകൊണ്ട് കാണാതെ നെറ്റി കണ്ടോ, സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം അതിമല വരുന്നത്, തൊപ്പിമല വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അപ്പം നിസ്കാരത്തിന് ഭംഗം വരും. നിസ്കാരം ശരിയാവില്ല, പൂർണ്ണമാവില്ല, അപൂർണ്ണമാവും. ഇങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിച്ച് നിസ്കരിക്കാം. നിസ്കാരത്തിൽ ശ്രദ്ധ വേണം. നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്നത് മുഴുവനും പ്രാർത്ഥനയല്ലേ, അത് നമുക്ക് വേണ്ടിയിട്ടല്ലേ. ഫാത്തിഹ ഓതുന്നത് പ്രാർത്ഥനയാണ്. എന്നിട്ട് ഫാത്തിഹയിൽ ലാസ്റ്റ് ആമീൻ പറയുന്നില്ലേ? ആ ആമീൻ പറയുമ്പോൾ നമ്മൾ മാത്രമല്ല ആമീൻ പറയുക. ആമീൻ പറയുമ്പോൾ മറ്റുള്ള മലക്കുകളും ജിന്നുകളൊക്കെ ആമീൻ പറയും നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇമാമുൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എല്ലാവരും കൂടി ആമീൻ പറയും. അങ്ങനെ. അപ്പോൾ പിന്നെ ഫാത്തിഹയും അങ്ങനെയാണ്, ദുആ ആണ്. പിന്നെ റബ്ബനാ ലക്കൽ ഹംദു, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, സ്തുതികളെ അറിയിക്കുകയാണ്. വജ്ജഹ്തു, നിബന്ധന എന്താണ്, സത്യപ്രതിജ്ഞയാണ്. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ സത്യവിശ്വാസിയാണ്, ഞാൻ കപടവിശ്വാസിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് നിസ്കാരം നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ടാണ് സൂറത്തും ഫാത്തിഹയും ഓതുന്നത്. സൂറത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും. സൂറത്ത് ഓതുന്നത് നല്ലതാണ്, സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്, വളരെ ശ്രേഷ്ഠമേറിയ സുന്നത്താണ്. അതും വലിയ സൂറത്ത് ഓതൽ വളരെ ഏറിയ നല്ല സുന്നത്താണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ചെറിയ സൂറത്ത് ഓതലും സുന്നത്താണ്. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ വലിയ സൂറത്ത് ഓതാം. ചെറിയ സൂറത്ത് ഓതാനും ജമാഅത്തിന് വരുന്നവരിൽ നിന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ മതി. അപ്പോൾ ചെറിയ സൂറത്തെ ഓതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒളു ആണ്. ഈ കുട്ടി ഒളു എടുക്കാൻ വന്നതാണ്. അവൾ ഒളു എടുക്കുന്നത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. കൈ രണ്ടും കഴുകുകയാണ്. ചോറ് കഴിക്കാൻ കൈ കഴുകണ മാതിരിയാണ്, ബിരിയാണി കഴിക്കാൻ കൈ കഴുകണ, ബിരിയാണി വെച്ച് കൈ കഴുകണ മാതിരിയാണ് ഇപ്പോൾ കഴുകുന്നത്. അങ്ങനെയല്ല കഴുകേണ്ടത്. ഒന്നും കൂടി കയറ്റി കഴുകണം. ഈ കയ്യിൻ്റെ 2 മണിക്കണ്ടങ്ങളുണ്ടല്ലോ, അവിടേക്ക് കയറണം കഴുകുന്നത്, കൈ കഴുകുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും, ഒരു മാർക്ക് അവൾക്ക് മാർക്ക് കുറയും. പിന്നെ മുഖം വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, അതൊക്കെ ഓക്കെ. ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് എന്തിനാണെന്ന് അറിയോ? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് യാത്ര ചെയ്യുന്നവരൊക്കെ അല്ലേ, ഒരുപാട് പൊടിപടലങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് കയറും. അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ 5 നേരം ഒളു എപ്പോഴും എടുക്കുന്നത് സുന്നത്താണ്. ഒരു ഒളു മുറിയുമ്പോൾ മറ്റൊരു ഒളു എടുക്കുന്നത് വളരെ സുന്നത്താണ്. അതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഈ പൊടിപടലങ്ങൾ മൂക്കിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നമ്മൾ ചെവി തടവുമ്പോൾ ചെവിയുടെ ഇടുക്കിൽ നിന്നും പോകും. അതുപോലെ തന്നെ കണ്ടോ, ചെവി ഇങ്ങനെ തടവുമ്പോൾ ചെവിയുടെ ഇടുക്കിലേക്ക് വെള്ളം എത്തണം കേട്ടോ. അത് മർമ്മമുള്ള സ്ഥലമാണ്. ആ മർമ്മമുള്ള സ്ഥലത്ത് അത് ഒരു സ്പീക്കറാണല്ലോ നമ്മളെ ചെവി. അതിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. വായിലൂടെ പറയുന്നുണ്ടെങ്കിലും ഇതിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ കേൾക്കുന്ന സ്പീക്കറും കഴുകുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ നാവ് എന്ന് പറഞ്ഞ യന്ത്രം ഉണ്ടല്ലോ, അതും എന്താക്കുന്നുണ്ട്, കഴുകുന്നുണ്ട്. അത് പിന്നെ എപ്പോഴും കഴുകിങ്ങാണ്ട് തന്നെയാണ്. എന്നാലും അത് കഴുകണം. അത് ചൂടായി നിൽക്കല്ല, അതും കഴുകണം. അപ്പോൾ ഈ ചൂടായ ചെവി എന്ന് പറഞ്ഞ സ്പീക്കർമ വെള്ളമാക്കിയിട്ട് 5 നേരം വെള്ളമാക്കുമ്പോൾ അതിനൊരു ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. മൂക്കിലൂടെ ഇങ്ങനെ കയറ്റി ചീറ്റുമ്പോൾ മൂക്കിത്തെ പൊടിവെള്ളങ്ങളൊക്കെ പോയി മൂക്ക് ശുദ്ധി വൃത്തിയായിരിക്കും. പിന്നെ മാത്രമല്ല, കെടുക്കാൻ പോകുമ്പോൾ പിന്നെ മൂക്ക് അങ്ങനെ കഴുകിയിട്ട് കിടന്നാൽ രാത്രിയിൽ ഉറക്കം സുഖമാകും, ഞെട്ടി ഉണരൂല, ദുർസ്വപ്നങ്ങൾ കാണൂല, സന്തോഷമായിട്ടുള്ള ഉറക്കം കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്, അതിനുണ്ട് അങ്ങനെയൊക്കെ ഓരോരോ ശാസ്ത്രീയ വശങ്ങൾ. ഇവൾ ഇപ്പോൾ ഒന്നു എടുക്കാൻ വന്നതാണ്. വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഒന്നു എടുക്കുന്നത്. നല്ല ഉഷാറായിട്ട് കഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൈ കഴുകിയത് അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. ഫുള്ളായിട്ടില്ല, പൂർണ്ണമായിട്ടില്ല കൈ കഴുകിയത്. ഇപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കുകയാണ്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അത് മാർക്ക് കുറയും. അപ്പോൾ അവർക്ക് മാർക്ക് ഇടുന്നവർക്ക് അത് വേണ്ടി വരും.
എന്ത് ആ മൂക്കിൽ വെള്ളം കയറ്റി കാണേണ്ടി വരും. ഇപ്പം മുഖം മാത്രമേ കഴുകുന്നുള്ളൂ, ചെവിക്കുറ്റിയിൽ അവിടേക്ക് വെള്ളം എത്തണില്ല. അവൾ കണ്ണും മൂക്കും മാത്രമാണ് കഴുകുന്നത്, അത് പോരാ. ചെവിക്കുറ്റിയിൽ അവിടേക്ക് വെള്ളം എത്തണം. വെള്ളം ഇങ്ങനെ ചെവിയുടെ അവിടേക്ക് എത്തണം. പിന്നെ മേലെ നെറ്റിയുടെ മേൽഭാഗത്തേക്കും എത്തണം, താഴ്ഭാഗത്തേക്കും എത്തണം. കൈ വലം കൈയാണ് ആദ്യം കഴുകേണ്ടത് 3 പ്രാവശ്യം. ഇപ്പോൾ ഇടം കൈ മറന്ന് കഴുകിയോ എന്ന് സംശയമുണ്ട്. ഏതായാലും വലം കൈ ആദ്യം കഴുകണം, പിന്നെ 3 പ്രാവശ്യം അങ്ങനെ കഴുകണം. തല തടവുമ്പോൾ ആ കുട്ടി ചെയ്തത് സൈഡിലേക്കുണ്ട് തടവുകയും ചെയ്തത്, അങ്ങനെ പോരാ, മുടിയുടെ മേലേക്കാണ് തടവേണ്ടത്. മുടിയോ തൊലിയോ തടവണം, മുടി മുളക്കുന്ന സ്ഥലത്തേക്ക് തടവണം. നെറ്റിമ തല തടവിയാൽ ശരിയാവൂല, അങ്ങനെ മേലേക്ക് തടവണം. പിന്നെ കാല് 2 ഞെരിയാണി ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. കാലിൻ്റെ ആ വിരലുകൾ ഇങ്ങനെ അകറ്റി കഴുകിയാൽ തന്നെ വിരലിൻ്റെ ഇടയിലേക്ക് വെള്ളം കയറൂല. വെള്ളം കയറിയിട്ടില്ലെങ്കിൽ ഒന്നും സഹിയാവില്ല. പിന്നെ മടമ്പിൻ്റെ ഭാഗങ്ങളും കഴുകണം. അപ്പോൾ മടമ്പിൻ്റെ മുകൾ ഭാഗത്തേക്ക് കഴുകണം, ആ കണങ്കാലിൻ്റെ അവിടറ്റം കഴുകണം. അതുപോലെ പ്രാർത്ഥന ചൊല്ലുകയാണ്. ആ പ്രാർത്ഥന കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോഴാണ് കണ്ണും കൈയും മുഖം മേലേക്കാക്കാൻ പറഞ്ഞത്, മേപ്പോട്ടോക്ക് നോക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രീയ വശമാണ് മേലോട്ടും താഴോട്ടും തല മുഖം ഉയർത്തൽ, താഴ്ത്തലും തിരിക്കലും ശാസ്ത്രീയ വശമാണെന്ന് പറഞ്ഞല്ലോ. ആ ശാസ്ത്രീയ വശത്തിൽ ഒളു ചെയ്യുമ്പോൾ ആണ് ആ ശാസ്ത്രം തുടങ്ങുന്നത്, ഏത് മുകളിലേക്ക് തല ഉയർത്തുന്നത്. ഇത് ശാസ്ത്രീയ വശമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നല്ലപോലെ ഒളു എടുത്തിട്ട് നിസ്കരിച്ച് ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ എന്ന ആ പ്രാർത്ഥന നമുക്ക് ഇപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മളെ മക്കളൊക്കെ നല്ലപോലെ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പരിശീലിപ്പിച്ച് നമ്മൾ ഒളു എടുപ്പിച്ച് പഠിപ്പിച്ചാൽ അതിൻ്റെ ഫലം നമുക്കും ഉണ്ടാവും, ചെയ്യിപ്പിക്കുന്നവർക്കും ഉണ്ടാവും. അത് ആര് ചെയ്യിപ്പിച്ചാലും, മാതാപിതാക്കളാണെങ്കിലും ഉസ്താദ്മാരാണെങ്കിലും, ഉസ്താദ്മാർക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗുണം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ശമ്പളം കൊണ്ടൊന്നുമില്ലല്ലോ. മദ്രസയെ പഠിപ്പിച്ചാൽ ഈ പഠിച്ച കുട്ടികൾ നാളെ ഒരു 10 കുട്ടി പഠിച്ച ഒരു കുട്ടിയെങ്കിലും സ്ഥിരം നിസ്കരിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഉണ്ടാവും. അവൻ്റെ പ്രാർത്ഥനയിൽ ഈ ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന ഉസ്താദിന് എത്തും. അതാണ്, അല്ലാതെ ശമ്പളം കൊണ്ടൊന്നുമല്ല. ശമ്പളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലവർ സക്കാത്ത് കൊടുക്കും, ചിലവർ സക്കാത്ത് കൊടുക്കില്ല. ഇപ്പം ചില മഹലിലൊക്കെ ഉസ്താദന്മാർക്ക് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സക്കാത്തിൻ്റെ പൈസ എല്ലാവരും ഇങ്ങനെ കൊടുക്കും. അതിപ്പോൾ ഒരു ശീലമായി മാറിയിട്ടുണ്ട് പൊതുവിൽ. അത് നല്ലതാണ്. എന്താപ്പോൾ ഒരു 2 റുപ്യ 3 റുപ്യൊക്കെ അല്ലെങ്കിൽ 10 റുപ്യ ഒരു ഉസ്താദിന് പിന്നെ എല്ലാവരും സംഭാവന സക്കാത്തിൽ ഉൾപ്പെടുത്തിയാണ് കൊടുക്കുകയാണെങ്കിൽ എത്ര അത്യാവശ്യം അയാൾക്ക് അത്യാവശ്യം ഉണ്ടാവുമല്ലോ. ഏതായാലും അത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞ് എന്ന് മാത്രം, എന്നല്ലാതെ ഇപ്പോൾ അത് ഒരു നിബന്ധന അല്ല. ചില നന്മകൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ പാഴാക്കരുത് എന്ന് മാത്രം. അതൊരു നന്മയാണല്ലോ. കുറച്ച് അപ്പോൾ രക്ഷിതാക്കളും കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ പാടെ കൂടിയിട്ട് ഒരു ചില്ലാറ കുറേശ്ശെ ഇങ്ങനെ എല്ലാവരും ഏതായാലും നമ്മളൊരു സദക്ക കൊടുക്കണമല്ലോ. ആ കൊടുക്കുന്നത് ഈ പിച്ചക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു കൊടുക്കൽ ഇവർക്കും കൊടുക്കുക, അത്ര തന്നെ. അത് ഒരു മോശമായിട്ട് വഷളായിട്ട് ചിലവർ കരുതും. എങ്ങനെയാണ് ഇപ്പോൾ 10 റുപ്യൊക്കെ കൊടുക്കുക? കുറഞ്ഞ സദക്ക എത്ര കൊടുത്താലും അതിന് ഫലമുണ്ട്. വാങ്ങണോനക്ക് ഒരു കടമുണ്ട്. അള്ളാഹുവേ, എനിക്ക് സദക്ക തന്നവർക്ക് നീ പുറത്ത് കൊടുക്കണമേ, നീ സ്വർഗം കൊടുക്കണമേ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു കടമയുണ്ട്. അതവന് ചെയ്താലേ അള്ളാഹു തആലക്ക് അവനോട് തൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവില്ല, അവനക്ക് ബർക്കത്ത് ഉണ്ടാവില്ല. അവനക്ക് ബർക്കത്ത് ഉണ്ടായാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. നിങ്ങൾ കൊടുക്കുന്നത് അള്ളാഹുവിനോട് അവന് നന്ദി കാണിക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഇത് ചെയ്യൽ നിർബന്ധമാണ്, അവർക്കൊരു നിർബന്ധമാണ്. അല്ലെങ്കിൽ നിർബന്ധമാകുന്നത് എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ, എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്നൊരാൾ സദക്ക കൊടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുആ ചെയ്യൽ അവനക്ക് വളരെ ഇത്ര പറഞ്ഞാൽ മതി. അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കണേ, അവർക്ക് സ്വർഗം കൊടുക്കണേ, അവർക്ക് ഹിദായത്ത് കൊടുക്കണേ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. എന്നാലും പ്രാർത്ഥനയായി. ഇതാണ് പ്രാർത്ഥന. ഇതൊക്കെ ചെയ്യണം, നന്മകൾ ചെയ്യാൻ നമ്മൾ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഈ പരീക്ഷ ഫലപ്രദമാവട്ടെ. ഈ മക്കൾക്കൊക്കെ ജീവിതത്തിൽ ഈ അമലുകൾ തുടരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. അറിവല്ല വേണ്ടത്, തിരിച്ചറിവാണ് വേണ്ടത്. അത് അല്ലാഹു തആല ഇവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്നെ വെച്ചിട്ട് ഞാൻ പോകാൻ നേരിട്ട് നോക്കിയിരിക്കാം.